life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യം ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപ്പശ്ശേരി വരെ പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ണേട്ടിന് വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വിചാരിച്ചു ഓക്കെ ചെറുപ്പശ്ശേരി വന്നിട്ട് വാങ്ങിക്കുക എന്നുള്ളത്. പീലിക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. ദിച്ചുവിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദിച്ചുവിനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി പോകുമ്പോഴേക്കും ഒരു ടൈം ആവുകയും ചെയ്യും. പിന്നെ സ്കൂട്ടിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ലൈവ് 7 സൂപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ നോക്കിയെടുക്കാമല്ലോ. മറ്റേത് ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞ് അവരെടുത്ത് തന്ന് അങ്ങനെയൊക്കെ വേണമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഏത് ബ്രാൻഡാണെന്നൊക്കെ നോക്കിയിട്ട് എല്ലാതും ഐറ്റംസൊക്കെ വാങ്ങിക്കാം. അപ്പോൾ കുറച്ചുകൂടെ സൗകര്യം അതാണ് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലിസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ലിസ്റ്റിലില്ലാത്തതും വാങ്ങിക്കും, കാണുമ്പോൾ വാങ്ങിക്കും. പിന്നെ ഓഫറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ അങ്ങനെ വാങ്ങിക്കും കേട്ടോ. നമ്മളിങ്ങനെ ബൾക്കായിട്ട് യൂസ് ആക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഒരു മാസത്തേക്കുള്ളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോപ്പ് പൊടി, സോപ്പ്, പിന്നെ പഞ്ചസാര, ചായപ്പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ കൂടുതൽ യൂസ് ആക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് ഒരു മാസത്തേക്ക് അങ്ങനെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിലും ഞങ്ങൾ ഒരു മാസത്തേക്ക് അങ്ങനെ കണക്കാക്കിയിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത്. പിന്നെ കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വാങ്ങിക്കാമല്ലോ. പിന്നെ പീലിക്കുട്ടിക്ക് ഡെയിലി ഒരു പാമ്പേഴ്സ് വേണം. നമ്മൾ നൈറ്റിൽ പാമ്പേഴ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഉറക്കം. അപ്പോൾ അതാവും കൊണ്ട് വലിയൊരു പാമ്പേഴ്സിൻ്റെ പാക്കറ്റ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തന്നെ എൻ്റെ കാലിൻ്റെ അടിയൊക്കെ ഉണ്ടാവില്ലേ, കാൽപാദം, അവിടെയൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെബോളിങ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് കേട്ടോ സെബോളിങ് ഒക്കെ യൂസ് ചെയ്തിട്ടും. +2 പഠിക്കുമ്പോഴാണ് തോന്നുന്നു സെബോളിങ് ഒക്കെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പീലിക്കുട്ടിക്ക് 28-ന് വാങ്ങിച്ചതായിരുന്നു പൗഡറും ലോഷനും പിന്നെ അതുപോലെ സോപ്പൊക്കെ. അപ്പോൾ അതൊന്നും ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഇതല്ല ഞാൻ വാങ്ങിച്ചത്, എന്തോ ഒരു ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതായിരുന്നു. ഇത് രണ്ടുമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചെറുതാണ് വാങ്ങിച്ചത്. വലുത് വാങ്ങിച്ചത് കുറേ കാലം യൂസ് ആക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അത് ചെറുത് 2 നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്.
പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ മാത്രം വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ യിപ്പി അല്ലെങ്കിൽ മാഗി. അപ്പോൾ ഇതൊരു ഫാമിലി പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കഴിക്കും ഇത്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയായിരുന്നു. നൂൽപുട്ടിനും പുട്ടിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റവ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കി, പക്ഷേ അത് നമ്മുടെ വീട്ടിലധികം ഉണ്ടാക്കാറില്ല കേട്ടോ. എല്ലാവർക്കും അതൊക്കെ കഴിച്ചാൽ നെഞ്ഞ് നീറുക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ ചിലവില്ലാത്തൊരൈറ്റാണ് കേട്ടോ മുളക് പൊടി. മുളക് പൊടി എത്ര കൊണ്ടുവന്നാലും അത് കേട് വന്ന് പോകും കേട്ടോ. ലാസ്റ്റ് ആകുമ്പോഴേക്കും പൂപ്പൽ വന്ന് കേട് വന്ന് പോകാറുണ്ട്. മുളക് പൊടി അധികം യൂസാക്കില്ല. കാശ്മീരി മുളക് പൊടിയില്ലേ, അതാണ് അധികം യൂസാക്കാം. പിന്നെ ഞാനൊരു ചിക്കൻ മസാലയുടെ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പീലിക്കുട്ടീനെ ഞങ്ങൾ നിലത്തിറക്കുകയെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കയ്യിൽ 2 പേരും മാറി മാറി എടുക്കുകയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ അധികം ഒന്നും വലിച്ചിടില്ലല്ലോ. നിലത്തിറക്കിയ ചിലപ്പം ഈ ഒരു റാക്കിലുള്ളതൊക്കെ ചിലപ്പോൾ താഴത്തേക്ക് പോരുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസ് നമ്മൾ അങ്ങനെ വാങ്ങിച്ച് കൊണ്ടുപോകാറില്ല കേട്ടോ. അതിങ്ങനെ വീക്കിലി കണേട്ടം വരുമ്പോൾ കൊണ്ടുവരും, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യാറ്. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ബില്ലൊക്കെ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോഴാണ് ഓർമ്മ തിരിച്ചു ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏതോ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്നും ഇഷ്ടമാണ് കേട്ടോ. മായ്ക്ക് എപ്പോഴും ഓഫേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഓഫറൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഓഫീസിലൊക്കെ പോയ ടൈമിൽ ഓഫേഴ്സ് ഉണ്ടാവുമായിരുന്നു അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ ഞാനത് ഇങ്ങനെ വാങ്ങിച്ച് അതിന് അഡിക്റ്റ് ആയതാണ് കേട്ടോ. ഇപ്പോൾ അതുപോലെ ഞാൻ അഡിക്റ്റായിട്ട് എന്തിനാണെന്നറിയും, പീനട്ട് ബട്ടർ. അത് കണ്ട് എനിക്ക് വാങ്ങിക്കണം. അതിനെപ്പോഴും ഓഫർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഓഫറിന് വാങ്ങിയിട്ട് അതിനോട് അഡിക്റ്റായി. വെറുതെ ഇരിക്കുമ്പോൾ അതൊന്നും ഇങ്ങനെ എടുത്ത് കഴിക്കുക, അതാണ് കേട്ടോ എൻ്റെ മെയിൻ ഹോബി ഇപ്പം. പിന്നെ ബില്ലാക്കുമ്പോഴാണ് ഓർത്തത് ബിസ്ക്കറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ എന്നുള്ളതും. പീലിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് വാങ്ങിച്ചു. വിച്ചു കാണണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരൊറ്റ ട്രിപ്പിൽ തീർക്കും. പിന്നെ അവന് ഈ ഫ്ലേവേഴ്സൊക്കെ ഉള്ളതാണ് ഇഷ്ടം. ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും പീലിക്കുട്ടിക്ക് അങ്ങനെ ഫ്ലേവറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാങ്ങിച്ചത് ഫുള്ളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും ഒരു ഇതൊക്കെ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ബില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അരിയൊക്കെ ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അരി, ഉഴുന്ന് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ എല്ലായിടത്തെയും പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യട്ടെ. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.